നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ C3 സൈക്കിൾ എന്താണെന്ന് പഠിച്ചു. C4 സൈക്കിൾ C4 പ്ലാന്റ്സിൽ നടക്കുന്നു എന്ന് പഠിച്ചു. C4 പ്ലാന്റ്സിൻ്റെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീഫ് അനാറ്റമിയെ കുറിച്ച് പരിചയപ്പെട്ടു അല്ലേ? ക്രാൻസ് അനാറ്റമി. ക്രാൻസ് അനാറ്റമിയുടെ പ്രത്യേകത എന്താണ്? മീസോഫിൽ ക്ലോറോപ്ലാസ്റ്റ് അല്ലാതെ ബണ്ടിലിനെ കവർ ചെയ്ത് ബണ്ടിൽ ഷീത്ത് സെൽസ് ഉണ്ട്. അത് സെവറൽ ലെയേഴ്സായിട്ട് കാണപ്പെടുന്നു. ബണ്ടിൽ ഷീത്ത് സെൽസിൽ ലാർജ് ക്ലോറോപ്ലാസ്റ്റുകളുണ്ട്. ബണ്ടിൽ ഷീത്ത് സെൽസ് തിക്കൻഡാണ്. പിന്നെയോ വിത്തൗട്ട് ഇൻ്റർ സെല്ലുലാർ സ്പേസ് എന്നും പഠിച്ചു അല്ലേ? നോക്കൂ, C3 പ്ലാന്റ്സിൽ മീസോഫിൽ സെൽസ് മാത്രമേ മീസോഫിൽ സെൽസുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? എന്നാൽ C4 പ്ലാന്റ്സിൽ there are two types of chloroplast. രണ്ട് തരത്തിലുള്ള ക്ലോറോപ്ലാസ്റ്റുകളുണ്ട്. ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റുമുണ്ട്, മീസോഫിൽ ക്ലോറോപ്ലാസ്റ്റുമുണ്ട്. C4 പാത്വേയുടെ പ്രത്യേകതയും ഇതാണ്. ഈ രണ്ട് ക്ലോറോപ്ലാസ്റ്റുകളും അല്ലെങ്കിൽ ഈ മീസോഫിൽ സെൽസും ബണ്ടിൽ ഷീത്ത് സെൽസും ഈ പാത്വേയിൽ ഇൻവോൾവ് ചെയ്യുന്നു. നമുക്ക് എന്താണ് C4 പാത്വേ എന്ന് നോക്കാം. C4 pathway was discovered by Hatch and Slack and has been named Hatch and Slack pathway. Hatch and Slack എന്ന രണ്ട് സയൻറ്റിസ്റ്റാണ് C4 പാത്വേ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ C4 പാത്വേയെ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ എന്നും പറയാറുണ്ട്. ഈ ഡയഗ്രം ശ്രദ്ധിച്ചേ. രണ്ട് സെല്ല് വരച്ചിട്ടുണ്ടല്ലേ? മീസോഫിൽ സെൽസും വരച്ചിട്ടുണ്ട്, ബണ്ടിൽ ഷീത്ത് സെല്ലും വരച്ചിട്ടുണ്ട്. നോക്കൂ, മുകളിൽ കാണിച്ചിരിക്കുന്നത് മീസോഫിൽ സെല്ലുമാണ്. തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നത് ഏതാണ്? ബണ്ടിൽ ഷീറ്റ് സെല്ലുമാണ്. രണ്ടും C4 പാത്വേയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് വരികയാണ് അല്ലേ? മീസോഫിൽ ക്ലോറോപ്ലാസ്റ്റിലോട്ട് വരികയാണ്. C3 സൈക്കിളിൽ നമ്മൾ പഠിച്ചു എന്താണ്? C3 സൈക്കിളിൽ നമ്മൾ പഠിച്ചത് carbon dioxide combines with a 5-carbon compound RUBP in the presence of the enzyme Rubisco and form 2 molecules of a 3-carbon compound 3PGA എന്ന് പഠിച്ചില്ലേ? ഓർമ്മയില്ലേ? ശരി, ഇവിടെ നോക്കൂ. അറ്റ്മോസ്ഫിയറിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മീസോഫിൽ ക്ലോറോപ്ലാസ്റ്റിൽ എൻ്റർ ചെയ്തതിന് ശേഷം it combines with a 3-carbon compound phosphoenol pyruvate PEP എന്ന് നമുക്ക് പറയാം. PEP is a 3-carbon compound. 3-carbon compound ആയ PEP 1-carbon compound ആയ കാർബൺ ഡൈ ഓക്സൈഡുമായി ഈ കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? നമുക്ക് എന്തായിട്ട് ഫിക്സ് ചെയ്യണം? ഒരു 4-carbon കോമ്പൗണ്ട് ഉണ്ടാകണം അല്ലേ? അവിടെ നോക്കൂ, ആരോ ഇട്ട് എന്താ കാണിച്ചിരിക്കുന്നത്? ഫിക്സേഷൻ. അതിൽ നിന്നും ആരോ ഇട്ട് എന്ത് കാണിച്ചിരിക്കുന്നു? C4 ആസിഡ് OAA. C4 ആസിഡിൻ്റെ പേരാണ് ഓക്സാലോ അസറ്റിക് ആസിഡ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, C4 സൈക്കിളിലെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ ആരാണ്? 3-carbon compound PEP ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്. C3 ആരായിരുന്നു? 5-carbon compound RUBP അല്ലേ? ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് ഏതാണ്? 4-carbon compound OAA ഓക്സാലോ അസറ്റിക് ആസിഡ്. എന്നാൽ C3 സൈക്കിളിലെ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് ആരായിരുന്നു? 3-carbon compound 3PGA. അതുകൊണ്ട് അതിനെ നമ്മൾ C3 സൈക്കിൾ എന്നും ഇവിടെ 4-carbon കോമ്പൗണ്ട് OAA ഉണ്ടാകുന്നത് കൊണ്ട് ഈ സൈക്കിളിനെ നമ്മൾ C4 സൈക്കിൾ എന്നും പറയുന്നു. ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, RUBP കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്ത് 3-carbon കോമ്പൗണ്ട് ഉണ്ടായപ്പോൾ അവിടെ ഒരു എൻസൈമാണ് അതിനെ കാറ്റലൈസ് ചെയ്തത് അല്ലേ? ഇവിടെയും ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് എന്ന 3-carbon കോമ്പൗണ്ടിനെ കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്യിപ്പിക്കുന്നതിന് ഒരു എൻസൈം അത്യാവശ്യമാണ്. ഇവിടുത്തെ എൻസൈമിൻ്റെ പേരാണ് PEP കാർബോക്സിലേസ്. അപ്പം എന്താണ്
C4 സൈക്കിളിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് 3 carbon compound phosphoenol pyruvate combines with the carbon dioxide in the presence of the enzyme PEP carboxylase to produce a 4 carbon compound OAA. എന്ന് പറഞ്ഞാൽ മീസോഫിൽ സെൽസിൽ റുബിസ്കോ എൻസൈം ഇല്ല. മീസോഫിൽ ക്ലോറോപ്ലാസ്റ്റിൽ എന്തില്ല? റുബിസ്കോ എൻസൈം ഇല്ല. പകരം ഏത് എൻസൈമാണ് ഇവിടെയുള്ളത്? PEP കാർബോക്സിലേസ്. OAA കൺവേർട്ട് ചെയ്തിട്ട് മറ്റൊരു 4 കാർബൺ കോമ്പൗണ്ടായ മാലിക് ആസിഡോ ആസ്പാർട്ടിക് ആസിഡോ ആയി മാറുന്നു. അപ്പോൾ മീസോഫിൽ സെൽസിൽ വെച്ച് തന്നെ ആദ്യം ഉണ്ടായ ഫിക്സേഷൻ പ്രോഡക്റ്റ് OAA ആയിരുന്നു. ഈ OAA കൺവേർട്ട് ചെയ്തിട്ട് അനദർ 4 കാർബൺ ആസിഡ് മാലിക് ആസിഡോ ഓർ ആസ്പാർട്ടിക് ആസിഡോ ഉണ്ടാകുന്നു വിത്തിൻ ദ മീസോഫിൽ സെൽസ്. ഈ മാലിക് ആസിഡ് ഓർ ആസ്പാർട്ടിക് ആസിഡ് ദെൻ ട്രാൻസ്പോർട്ടഡ് ടു, എങ്ങോട്ടാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നോക്കൂ, ആരോ ഇട്ടിട്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്ത് മീസോഫിൽ സെല്ലിൽ നിന്നും എങ്ങോട്ട് കടക്കുകയാണ്? ട്രാൻസ്പോർട്ട് ചെയ്ത് ബണ്ടിൽ ഷീറ്റിലോട്ട് കടക്കുകയാണ്. Malic acid or aspartic acid is transported to bundle sheath through plasmodesmata. അടുത്തടുത്തല്ലേ ഇരിക്കുന്നത് ബണ്ടിൽ ഷീത്ത് സെൽസും മീസോഫിൽ സെൽസും. അപ്പോൾ മാലിക് ആസിഡ് ഓർ ആസ്പാർട്ടിക് ആസിഡ് മീസോഫിൽ ക്ലോറോപ്ലാസ്റ്റിൽ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്ത് എങ്ങോട്ട് കിടക്കും? ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റിലോട്ട് കിടക്കും. ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റിൽ വെച്ച് ഈ C4 ആസിഡ്, അതായത് ഏത് നമ്മുടെ മാലിക് ആസിഡ് ഓർ ആസ്പാർട്ടിക് ആസിഡ് ബ്രോക്കൺ ഡൗൺ ടു റിലീസ് എ 3 കാർബൺ കോമ്പൗണ്ട് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. നോക്കൂ അവിടെ മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? C4 ആസിഡ് ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ അർത്ഥം എന്താണ്? കാർബോക്സിലേഷൻ ഞാൻ പറഞ്ഞു, കാർബൺ ഡൈ ഓക്സൈഡ് കൂട്ടിച്ചേർക്കുന്നത്. ഡീകാർബോക്സിലേഷൻ എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യുന്നത്, വിടുന്നത്. അപ്പം ഈ C4 ആസിഡിൽ നിന്നും ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്ത് പോകുകയും ഈ C4 ആസിഡ് ഒരു C3 ആസിഡായി മാറുകയും ചെയ്യും. ഈ റിലീസ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ്? ദേ അണ്ടർഗോ കാൽവിൻ സൈക്കിൾ. അപ്പോൾ C4 സൈക്കിളിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന ബയോസിന്തറ്റിക് പാത്വേ ഏത് തന്നെയാണ്? C3 സൈക്കിൾ ഓർ കാൽവിൻ സൈക്കിൾ തന്നെയാണ്. ഈ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് എവിടെയാണെന്ന് മാത്രമേ ഉള്ളൂ? ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റിലാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റിൽ ഏത് എൻസൈം കാണണം? ഓഫ് കോഴ്സ് ഏത് എൻസൈം കാണണം? റുബിസ്കോ കാണണം. മീസോഫിൽ സെല്ലിൽ റുബിസ്കോ ഉണ്ടായിരുന്നോ? ഇല്ല. അവിടെ അതിന് പകരം കാർബൺ ഡൈ ഓക്സൈഡ് PEPയുമായി കൂട്ടിച്ചേർക്കാൻ ഏത് എൻസൈമാണ് ഉണ്ടായിരുന്നത്? പെപ്കോ. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ Calvin cycle takes place in the bundle sheath chloroplast. Calvin cycle അവിടെ നടന്നു, അവിടെ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്തു. ഡീകാർബോക്സിലേഷൻ C4 ആസിഡ് ഡീകാർബോക്സിലേഷൻ വഴി റിലീസ് ചെയ്ത കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് കാൽവിൻ സൈക്കിൾ നടന്നത്. ഇനി C3 ആസിഡ് ഉണ്ടായില്ലേ ബണ്ടിൽ ഷീത്ത് സെല്ലിൽ? ഈ C3 ആസിഡ് എന്ത് ചെയ്യുന്നു? ഈ C3 ആസിഡ് ട്രാൻസ്പോർട്ടഡ് ബാക്ക് ടു മീസോഫിൽ സെൽ. എങ്ങോട്ട് തിരികെ പോവുകയാണ്? മീസോഫിൽ ക്ലോറോപ്ലാസ്റ്റിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. ദ 3C കോമ്പൗണ്ട് ഓർ 3C ആസിഡ് ട്രാൻസ്പോർട്ടഡ് ബാക്ക് ടു മീസോഫിൽ വേർ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു PEP. സൈക്കിൾ അല്ലേ? സൈക്കിള് കണ്ടിന്യൂ ചെയ്ത് നടക്കണ്ടേ? അതുകൊണ്ട് തിരികെ മീസോഫിൽ സെല്ലിലോട്ട് പോയ നമ്മുടെ C3 ആസിഡ് PEP ആയിട്ട് കൺവേർട്ട് ചെയ്ത് ദ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. പറഞ്ഞ മനസ്സിലായോ? ദ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ഇൻ ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റ് എൻറ്റേഴ്സ് ദ C3 പാത്വേ. ദ ബണ്ടിൽ ഷീത്ത് സെൽസ് ആർ റിച്ച് ഇൻ ദി എൻസൈം റുബിസ്കോ. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് C4 സൈക്കിൾ നടക്കുന്നതെന്ന് മനസ്സിലായല്ലോ. നമുക്കറിയാം റുബിസ്കോ is the most abundant enzyme in the world. ലോകത്ത് ഏറ്റവും കൂടുതൽ കാണുന്ന എൻസൈം എന്ന് പറയുന്നത് റുബിസ്കോയാണ്. ഫോട്ടോസിന്തസിസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്.
റുബിസ്കോയുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. റുബിസ്കോ എന്ന് പറയുന്ന എൻസൈമിന് 2 ആക്ടിവിറ്റി ഉണ്ട് അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്യിപ്പിക്കാനും പറ്റും, അതിന് ഓക്സിജനുമായി കമ്പൈൻ ചെയ്യിപ്പിക്കാനും പറ്റും. ആരെ? RUBP. Rubisco has both carboxylase and oxygenase activity. The relative concentration of oxygen and carbon dioxide determines which of the two will bind to the enzyme. ഓക്സിജൻ ബൈൻഡ് ചെയ്യണോ കാർബൺ ഡൈ ഓക്സൈഡ് RUBPയുമായി ബൈൻഡ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് ദ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡാണ്. ആ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ ഓക്സിജൻ്റെ കോൺസെൻട്രേഷനേക്കാൾ കൂടുതലാണ് എങ്കിൽ റുബിസ്കോ RUBPയെ കാർബൺ ഡൈ ഓക്സൈഡുമായി കമ്പൈൻ ചെയ്യിപ്പിക്കും. സപ്പോസ് ഓക്സിജൻ്റെ കോൺസെൻട്രേഷനാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷനേക്കാൾ കൂടുതലെങ്കിൽ റുബിസ്കോ RUBPയെ ആരുമായി കമ്പൈൻ ചെയ്യിപ്പിക്കും? ഓക്സിജനുമായി കമ്പൈൻ ചെയ്യിപ്പിക്കും. സോ ഇൻ C3 plants സം ഓക്സിജൻ ബൈൻഡ് ടു റുബിസ്കോ. ശ്രദ്ധിക്കണം, C3 പ്ലാന്റ്സിൽ കുറച്ച് ഓക്സിജൻ RUBPയുമായി കമ്പൈൻ ചെയ്യും. റുബിസ്കോ കാറ്റലൈസസ് ഇറ്റ്സ് ഓക്സിജനേസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? റുബിസ്കോ RUBPയെ ആരുമായി കമ്പൈൻ ചെയ്യിപ്പിക്കുന്നു? ഓക്സിജനുമായി കമ്പൈൻ ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ റുബിസ്കോ അതിൻ്റെ ഓക്സിജനേസ് ആക്ടിവിറ്റി കാണിച്ചാൽ സ്വാഭാവികമായും കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ കുറയില്ലേ? കുറയും. കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യേണ്ട സ്ഥലത്ത് അത് ഓക്സിജനെ കമ്പൈൻ ചെയ്യിപ്പിക്കുകയാണ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ ഈസ് ഡിക്രീസ്ഡ് ഇൻ C3 പ്ലാന്റ്സ്. ഇപ്പോൾ 5 കാർബൺ കോമ്പൗണ്ടായ നമ്മുടെ RUBP ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് ബൈ ദ എൻസൈം അല്ലെ കാറ്റലൈസ്ഡ് ബൈ ദ എൻസൈം റുബിസ്കോ അല്ലേ കമ്പൈൻ ചെയ്യിക്കുമ്പോൾ 5 കാർബൺ കോമ്പൗണ്ട് RUBP ഒരു 2 കാർബൺ കോമ്പൗണ്ടും 3 കാർബൺ കോമ്പൗണ്ടുമായ 2 മോളിക്യൂളായിട്ട് മാറും. RUBP converted into 1 molecule of phosphoglycerate and 1 molecule of phosphoglycolate. അപ്പം RUBP ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്താൽ ഒരു മോളിക്യൂൾ എന്തുണ്ടാകുന്നു? ഫോസ്ഫോഗ്ലിസറേറ്റും ഒരു മോളിക്യൂൾ ഫോസ്ഫോഗ്ലൈക്കൊളേറ്റും ഉണ്ടാകുന്നു. ഈ ഡയഗ്രാം ഒന്ന് നോക്കൂ. കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോൾ RUBP റുബിസ്കോ കാൽവിൻ സൈക്കിളിലോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോഴത്തെ യെല്ലോ കളറിൽ സൈക്കിൾ കാണിച്ചേക്കുന്നുണ്ടോ? RUBPയെ റുബിസ്കോ ആരുമായി കമ്പൈൻ ചെയ്യിപ്പിക്കുന്നു? ഓക്സിജനുമായി കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു സൈക്കിളിലോട്ട് പോവുകയാണ്. ആ സൈക്കിളിന് എന്ത് മാർക്ക് ചെയ്തേക്കുന്നു അവിടെ? ഫോട്ടോ റെസ്പിറേഷൻ. ഫോട്ടോ റെസ്പിറേഷൻ ഉണ്ടാകുന്ന 2 പ്രോഡക്റ്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് പ്രോഡക്റ്റ് ചെയ്ത് PG ആൻഡ് PGA, ഫോസ്ഫോ ഗ്ലിസറേറ്റ് ആൻഡ് ഫോസ്ഫോ ഗ്ലൈക്കൊളേറ്റ് എന്ന് പറയുന്ന 2 പ്രോഡക്ട്സ് ഉണ്ടാകുന്നു. ആൻഡ് ദേ എൻറ്റർ ഇൻ എ പാത്വേ കോൾഡ് ഫോട്ടോ റെസ്പിറേഷൻ. അവ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു പാത്വേയിലോട്ട് എൻറ്റർ ചെയ്യുന്നു. ഈ ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയുന്ന പാത്വേ ഏത് ചെടികളിലാണ് നടക്കുന്നത്? C3 പ്ലാന്റ്സിൽ. അപ്പോൾ C3 പ്ലാന്റ്സിൽ മാത്രം കാണുന്ന ഒരു പ്രോസസ്സാണ് ഫോട്ടോ റെസ്പിറേഷൻ. എപ്പോഴാണ് ഇത് നടക്കുന്നത്? റുബിസ്കോ അതിൻ്റെ ഓക്സിജനേസ് ആക്ടിവിറ്റി കാണിക്കുമ്പോഴാണ് C3 പ്ലാന്റ്സിൽ ഏത് പാത്വേ നടക്കുന്നത്? ഫോട്ടോ റെസ്പിറേറ്ററി പാത്വേ നടക്കുന്നത്. ഈ ഫോട്ടോ റെസ്പിറേറ്ററി പാത്വേയിൽ ആ പാത്വേ നോക്കിയാൽ ദർ ഈസ് നെയ്തർ സിന്തസിസ് ഓഫ് ഷുഗർ നോർ ഓഫ് ATP ഓർ NADPH. ഷുഗർ ഉണ്ടാകുന്നില്ല, ATP ഉണ്ടാകുന്നില്ല, NADPH ഉണ്ടാകുന്നില്ല. പക്ഷേ ഇറ്റ് റിസൾട്ട്സ് ദ റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. അതിന് ഫോട്ടോ റെസ്പിറേഷൻ എന്ന് പറയാൻ കാരണം നോക്കൂ, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു, ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നു വിത്ത് ദ യൂട്ടിലൈസേഷൻ ഓഫ് ATP. പകരം ATP ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ ഫോട്ടോ റെസ്പിറേറ്ററി പാത്വേയിൽ റിലീസ് ചെയ്യുന്നു. എന്തെങ്കിലും ഗുണമുണ്ടോ? ഷുഗർ ഉണ്ടാകുന്നില്ല, ATP ഉണ്ടാകുന്നില്ല, NADPH ഉണ്ടാകുന്നില്ല. പകരം ATP മോളിക്യൂളിനെ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. Therefore, photorespiration is a wasteful process. Photorespiration C3 plants നടക്കുന്ന ഒരു wasteful process ആണ്.
എന്തുകൊണ്ടാണ് ഫോട്ടോ റെസ്പിറേഷൻ നമ്മൾ വേസ്റ്റ്ഫുൾ പ്രോസസ്സ് എന്ന് പറയുന്നത്? Because there is neither synthesis of sugar nor of ATP or NADPH, but it results the release of carbon dioxide with the utilization of ATP. Therefore, photorespiration is a wasteful process. ഇത് എവിടെ മാത്രമേ നടക്കുന്നുള്ളൂ? C3 പ്ലാന്റ്സിൽ മാത്രമേ ഫോട്ടോറെസ്പിറേഷൻ നടക്കുന്നുള്ളൂ. C4 plants lack photorespiration, or in C4 plants photorespiration does not occur. എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? C3 പ്ലാന്റ്സിൽ മാത്രമേ ഫോട്ടോറെസ്പിറേഷൻ നടക്കുന്നുള്ളൂ, എന്നാൽ C4 പ്ലാന്റ്സിൽ ഫോട്ടോറെസ്പിറേഷൻ നടക്കുന്നില്ല. എന്തായിരിക്കും കാരണം? ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും? മീസോഫിൽ സെൽസിൽ C4 പ്ലാന്റ്സിൽ റുബിസ്കോ എന്ന എൻസൈം ഉണ്ടോ? റുബിസ്കോ എന്ന എൻസൈം ഇല്ല. റുബിസ്കോയ്ക്കാണ് നമ്മുടെ കാർബോക്സിലേഷൻ ആക്ടിവിറ്റിയും ഓക്സിജനേസ് ആക്ടിവിറ്റിയും ഉള്ളതല്ലേ. റുബിസ്കോ ആണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷനേക്കാളും ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളപ്പോൾ നമ്മുടെ RUBPയെ ഓക്സിജനുമായി കമ്പൈൻ ചെയ്യിപ്പിച്ച് ഈ ഫോട്ടോ റെസ്പിറേറ്ററി പാത്വേ ഉണ്ടാക്കുന്നത്. എന്നാൽ C4 പ്ലാന്റ്സിൽ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോൾ, അല്ലെങ്കിൽ അവിടെ ഓക്സിജൻ ഉണ്ട് എങ്കിലും റുബിസ്കോ എൻസൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ മോളിക്യൂൾ RUBPയും അല്ല, PEP ആണ്. അതുകൊണ്ട് C4 പ്ലാന്റ്സിൽ ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. അവിടെ റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം ഇരിക്കുന്നത് ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റിലാണ്. ബണ്ടിൽ ഷീത്ത് ക്ലോറോപ്ലാസ്റ്റിൽ ഇൻറ്റേർണൽ മെക്കാനിസമാണ് അല്ലേ. ഒരു C4 ആസിഡ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് അവിടെ നമ്മുടെ റുബിസ്കോ എൻസൈമിൻ്റെ സൈറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നത്. സോ ദർ ഈസ് increased concentration of carbon dioxide at the enzyme site in bundle sheath chloroplast. അതുകൊണ്ട് തന്നെ photorespiration does not occur in C4 plants. C3 പ്ലാന്റ്സിനേക്കാളും പ്രൊഡക്ടിവിറ്റിയും ഈൽഡും C4 പ്ലാന്റ്സിലാണ് കൂടുതൽ. എന്തുകൊണ്ടാണ് കാരണം? ബിക്കോസ് C4 പ്ലാന്റ്സ് ലാക്ക് ഫോട്ടോ റെസ്പിറേഷൻ. അപ്പം നമ്മൾ 2 ബയോസിന്തറ്റിക് പാത്വേയാണ് പഠിച്ചത്. ഏതൊക്കെ? C3 പാത്വേയും C4 പാത്വേയും. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫോട്ടോസിന്തസിസ് ഈസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സിനെ നമുക്ക് പ്ലാന്റ് ഫാക്ടേഴ്സ് എന്നും പറയാം. ഏതൊക്കെയാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഓർ പ്ലാന്റ് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയായിരിക്കും ഫോട്ടോസിന്തസിസിനെ അഫക്റ്റ് ചെയ്യുന്ന പ്ലാന്റ് ഫാക്ടേഴ്സ്? നമ്പർ, സൈസ്, ഏജ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ലീവ്സ്, മീസോഫിൽ സെൽസ് ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ലീവ്സിൻ്റെയും മീസോഫിൽ സെൽസിൻ്റെയും ക്ലോറോപ്ലാസ്റ്റിൻ്റെയും ഒക്കെ എണ്ണം, സൈസ്, ഏജ്, ഓറിയൻറ്റേഷൻ, അറേഞ്ച്മെൻറ്റ്, ഇതൊക്കെയാണ് പ്ലാന്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് photosynthesis. അത് മാത്രമല്ല കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ആൻഡ് എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ ആർ ഓൾസോ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്. ഇനി എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയായിരിക്കും എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ്? അവൈലബിലിറ്റി ഓഫ് സൺലൈറ്റ്, temperature, carbon dioxide concentration and water. Experiments conducted by a scientist, Blackman, formulate a law. It states that if a chemical process is affected by more than one factor, then the rate will be determined by the factor which is nearest to its minimal value. It is the factor which directly affects the process if its quantity is changed. Blackman propose ചെയ്ത ഒരു ലോയാണ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ഈ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്:
If a chemical process is affected by more than one factor, ഒരു chemical processനെ ഒന്നിൽ കൂടുതൽ factors affect ചെയ്യുന്നുണ്ട് എങ്കിൽ ആ chemical processന്റെ rate determine ചെയ്യുന്നത് ഏറ്റവും മിനിമൽ വാല്യൂവിൽ നിൽക്കുന്ന ഫാക്ടർ ആയിരിക്കും. ആ മിനിമൽ വാല്യൂവിൽ നിൽക്കുന്ന ഫാക്ടർ നമ്മൾ ചേഞ്ച് ചെയ്താൽ, അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ചേഞ്ച് ചെയ്താൽ it will directly affect the process. ആ പ്രോസസ്സ് എന്ത് ചെയ്യും? പ്രോസസ്സിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഓപ്റ്റിമം ലൈറ്റ് കണ്ടീഷൻ ഉണ്ട്, വാട്ടർ കോൺസെൻട്രേഷനും ആവശ്യത്തിനുണ്ട്, ഓപ്റ്റിമം ടെമ്പറേച്ചർ ഉണ്ട്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ 0.01 കുറവ് ആണ് എങ്കിൽ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസിനെ അഫക്റ്റ് ചെയ്യുന്നത് ഏത് ഫാക്ടർ ആയിരിക്കും? മിനിമൽ വാല്യൂവിൽ നിൽക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ആയിരിക്കും. അപ്പം റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് അഫക്റ്റഡ് ബൈ ദ ഫാക്ടർ വിച്ച് ഹാസ് ദ മിനിമം വാല്യൂ അല്ലേ. ഇനി അതിൻ്റെ ആ മിനിമൽ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ, ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ റേറ്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതാണ് ബ്ലാക്ക്മാൻ പറഞ്ഞ ബ്ലാക്ക്മാൻസ് ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. ഫോട്ടോസിന്തസിസിനെ അഫക്റ്റ് ചെയ്യുന്ന ഓരോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ലൈറ്റ്. ലൈറ്റ് ക്വാളിറ്റി, ലൈറ്റ് ഇൻറ്റൻസിറ്റി ആൻഡ് ഡ്യൂറേഷൻ ഓഫ് എക്സ്പോഷർ ടു ലൈറ്റ് അഫക്ട്സ് photosynthesis. There is a linear relationship between incident light and carbon dioxide fixation rate. ഇൻസിഡൻ്റ് ലൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, വന്ന് പതിക്കുന്ന ലൈറ്റ് പതുക്കെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് എന്ത് ചെയ്യും? കൂടും. ബട്ട് അറ്റ് ഹയർ ലൈറ്റ് ഇൻറ്റൻസിറ്റീസ്, ലൈറ്റിൻ്റെ സാച്ചുറേഷൻ എന്ന് പറയുന്നത് 10% ഓഫ് ദ ഫുൾ സൺലൈറ്റ് ആണ്. അപ്പോൾ സാച്ചുറേഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ, ഫുൾ സൺലൈറ്റിൻ്റെ 10% സാച്ചുറേഷൻ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഹയർ ലൈറ്റ് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ കൂടി ദ റേറ്റ് ഡസ് നോട്ട് ഷോ ഫർദർ ഇൻക്രീസ്. പിന്നീട് ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് എന്ത് ചെയ്യില്ല? കൂടില്ല. മനസ്സിലായോ പറഞ്ഞത്? ഇൻക്രീസ് ഇൻ ഇൻസിഡൻറ്റ് ലൈറ്റ് കോസസ് ഇൻക്രീസ് ഇൻ ഫോട്ടോസിന്തറ്റിക് റേറ്റ്. But however, after reaching the saturation, there is no further increase in high light intensity. High light intensity there is no further increase in photosynthetic rate. അടുത്ത ഫാക്ടറാണ് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സാധാരണ ഒരു ലിമിറ്റിംഗ് ഫാക്ടർ ഫോർ ഫോട്ടോസിന്തസിസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിൽ ദ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് വെരി ലോ. അതായത് 0.03ക്കും 0.04നും ഇടയ്ക്ക്, 0.03 to 0.04% മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ അറ്റ്മോസ്ഫിയറിലുള്ളൂ. ഈ കോൺസെൻട്രേഷൻ 0.05 വരെ ഇൻക്രീസ് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ പറ്റും. അപ്പോൾ ഇൻക്രീസ് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ അപ് to 0.05% can cause an increase in the photosynthesis. Beyond this level, ആ 0.05-നേക്കാളും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ ഓവർ എ ലോങ് പീരീഡ് ഇറ്റ് വിൽ ഡാമേജ്, അത് ഡാമേജ് ഉണ്ടാക്കും. അറ്റ് ലോ ലൈറ്റ് ഇൻറ്റൻസിറ്റീസ് neither C3 plants nor C4 plants does not respond to carbon dioxide concentration. But at high light intensities, both C3 and C4 plants show increase in the rate of photosynthesis. C4 plants show a saturation of about 360 microliters per liter of carbon dioxide concentration. അതേസമയം C3 plants show a saturation at about 450 microliters per liter. എന്നാൽ അറ്റ്മോസ്ഫിയറിൽ, അപ്പം അറ്റ്മോസ്ഫിയറിൻ്റെ കറണ്ട് അവൈലബിലിറ്റി എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 0.03ക്കും 0.04നും ഇടയ്ക്ക് മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ ഉള്ളൂ. സോ കറണ്ട് അവൈലബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഏത് പ്ലാന്റ്സിനാണ് ലിമിറ്റിംഗ് ആയിട്ടുള്ളത്? C3 പ്ലാന്റ്സിന്. കാരണം എന്താണ്? C3 പ്ലാന്റ്സിൻ്റെ സാച്ചുറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 450 മൈക്രോലിറ്റർ പെർ ലിറ്റർ ആണ്. അത്രയും അവൈലബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ ഇല്ല? അറ്റ്മോസ്ഫിയറിൽ അത്രയും അവൈലബിലിറ്റി ഇല്ല.
C3 plants respond to higher carbon dioxide concentration. ഇപ്പോൾ C3 plants ആണെങ്കിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ 0.05% വരെ ആണെങ്കിലും they show increased rate of photosynthesis leading to higher productivity. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ farmers grow crops such as tomatoes in greenhouses. ഇനി അടുത്ത എക്സ്റ്റേണൽ ഫാക്ടർ അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ് ആണ് ടെമ്പറേച്ചർ. നിങ്ങൾക്കറിയാം ഡാർക്ക് റിയാക്ഷൻസ് ഒക്കെ തന്നെ, ഡാർക്ക് റിയാക്ഷൻസിലെ എല്ലാ സ്റ്റെപ്പുകളും എൻസൈമാറ്റിക് സ്റ്റെപ്സ് ആണ് അല്ലേ. എൻസൈംസിൻ്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ് ഡാർക്ക് റിയാക്ഷൻ. എൻസൈംസ് ആർ ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്. അതുകൊണ്ട് തന്നെ light reactions are also temperature sensitive, but they are affected much lesser extent. Light reactions um temperature sensitive aanengilum they affect a much lesser extent, but dark reactions are being enzymatic and temperature control. Temperature ennu parayunna factor dark reactions nadakkan valare important aanu. C4 plants respond to higher temperature and show high rate of photosynthesis. C4 plants ennu parayunnathu they seen in hot and dry area aanu. Temperature higher, they respond to higher temperature. Appo higher temperature aanengil koodi C4 plants show high rate of photosynthesis. Adhe samayam C3 plants inu athrayum temperature avashyamilla. They need an optimum temperature for photosynthesis. പറഞ്ഞ മനസ്സിലായോ? The temperature optimum for photosynthesis of different plants also depends on the habitat they are adapted to. അവ താമസിക്കുന്ന ചുറ്റുപാടിനനുസരിച്ചിട്ടായിരിക്കും ഓരോ പ്ലാന്റ്സിൻ്റെയും ടെമ്പറേച്ചർ ഓപ്റ്റിമം എന്ന് പറയുന്നത്. ട്രോപ്പിക്കൽ പ്ലാന്റ്സിന് ഹയർ ടെമ്പറേച്ചർ ഓപ്റ്റിമം വേണം, എന്നാൽ ടെമ്പറേറ്റ് പ്ലാന്റ്സിന്, ടെമ്പറേറ്റ് ക്ലൈമാറ്റിൽ വളരുന്ന പ്ലാന്റ്സിന് അത്രയും ടെമ്പറേച്ചർ ഓപ്റ്റിമം ആവശ്യമില്ല. Another factor which affects the rate of photosynthesis is water. Water is one of the reactants in light reaction, isn't it? പക്ഷേ വാട്ടറിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസിൽ ഇൻഡയറക്റ്റ് എഫക്റ്റ് ആണ് വാട്ടർ ഉണ്ടാക്കുന്നത്. വാട്ടർ സ്ട്രെസ് എന്ന അവസ്ഥയുണ്ടാകുമ്പോൾ, മണ്ണിൽ ജലത്തിൻ്റെ ലഭ്യത കുറയുമ്പോൾ, ഇറ്റ് കോസസ് ദ ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ. ട്രാൻസ്പിറേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റോമ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. സ്റ്റോമ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ലീഫിലോട്ട് കിടക്കുമോ? ഇല്ല. ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ reduces the availability of carbon dioxide. അത് മാത്രമല്ല, വാട്ടർ സ്ട്രെസ് ഓൾസോ കോസസ് ദ ലീവ്സ് ടു വിൽറ്റ്. ഇലകൾ കരിയാൻ തുടങ്ങും അല്ലേ. അങ്ങനെ ലീവ്സ് വിൽറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് റെഡ്യൂസസ് ദ സർഫസ് ഏരിയ. സർഫസ് ഏരിയ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ലൈറ്റ് അബ്സോർപ്ഷൻ കുറയും. ലൈറ്റ് അബ്സോർപ്ഷൻ കുറയുമ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ റേറ്റ് കുറയും. ആൻഡ് ഓൾസോ ദ മെറ്റബോളിക് ആക്ടിവിറ്റി റെഡ്യൂസസ്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോട്ടോസിന്തസിസ് ചെടികളിൽ നടക്കുന്നത് എന്നും അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സും ഗ്ലൂക്കോസ് എങ്ങനെ ഉണ്ടാകുന്നു എന്നും വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.